പിടിക്കാനുള്ള ശക്തമായ നീക്കങ്ങളാണ് ആം ആദ്മി പാർട്ടിയും ബി.ജെ.പിയും നടത്തുന്നത്. ഭരണഘടന തുടർച്ച ലക്ഷ്യം വെച്ച് എ.പി ചരട് വലിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം പിടിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ബി.ജെ.പി മുന്നോട്ടു പോകുന്നത്. അതേസമയം ഒരു പതിറ്റാണ്ടിന് ശേഷം ഭരണ സ്ഥിര കേന്ദ്രം പിടിച്ചെടുക്കാൻ കോൺഗ്രസും രംഗത്തിറങ്ങുമ്പോൾ ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. കോൺഗ്രസിനെ വിട്ട് ബി.ജെ.പിയെ പൂട്ടാനുള്ള നീക്കമാണ് എ.പി നടത്തുന്നത്. ഡൽഹിയിൽ കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് എ.പി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഡൽഹി പതിറ്റാണ്ടുകളോളം ഭരിച്ച കോൺഗ്രസിനെ അത്ര വേഗം എഴുതിത്തള്ളാൻ ബി.ജെ.പി തയ്യാറായിട്ടുമില്ല. എന്തായാലും പുതിയ തന്ത്രങ്ങളുമായി എ.പി കളം പിടിച്ചിട്ടുണ്ട്. ഡൽഹി തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിനിടെ ബി.ജെ.പി രാഷ്ട്രീയത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് എ.പി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ RSS അധ്യക്ഷൻ മോഹൻ ഭഗവതിന് കത്തയച്ചതോടെയാണ് പുതിയ തന്ത്രം രൂപം കൊള്ളുന്നതായി പറയാൻ സാധിക്കുന്നത്. ബി.ജെ.പി ദളിത് പൂർവാഞ്ജലി വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുന്നതിനെ കുറിച്ചും കെജ്രിവാൾ കത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ബി.ജെ.പി നേതാക്കൾ പരസ്യമായി വോട്ടിനായി പണം വിതരണം ചെയ്യുന്നുവെന്നും ബി.ജെ.പിയുടെ ഈ വോട്ട് വാങ്ങലിനെ RSS പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുമാണ് കെജ്രിവാൾ കത്തിൽ ചോദിക്കുന്നത്. ദളിത് പൂർവാഞ്ചി വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തോതിൽ വെട്ടിമാറ്റുന്നു എന്നുമാണ് എ.പിയുടെ ആരോപണം. ഇതൊരു ശരിയായ ജനാധിപത്യ രീതിയായി കരുതുന്നുണ്ടോ എന്ന ചോദ്യവും RSSനോട് കെജ്രിവാൾ ചോദിക്കുന്നുണ്ട്. ബി.ജെ.പി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്ന് RSSന് തോന്നുന്നില്ലേ എന്ന വലിയ ചോദ്യവും കത്തിലൂടെ ഉടനീളം ഉന്നയിക്കുന്നുണ്ട്. തലസ്ഥാനത്തെ മത്സര പ്രചാരണത്തിനിടെ ബി.ജെ.പിയെ നാണം കെടുത്തുകയാണ് കത്തിന്റെ ലക്ഷ്യമെന്ന് എ.പി തന്നെ വ്യക്തമാക്കുകയാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ 7 സീറ്റും വിജയിച്ച ബി.ജെ.പിയെ വെറും ഒരു കത്ത് കൊണ്ട് തോൽപ്പിക്കാനാകുമെന്ന് ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാൾ പറയുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി.ജെ.പി വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതെന്നും എ.പി ആരോപിക്കുമ്പോൾ ഭരണകക്ഷിക്ക് പിന്തുണ വർദ്ധിക്കുന്നതിനായി വ്യാജ വോട്ടർമാരുടെ പേര് പട്ടികയിൽ ചേർത്തതായിട്ടാണ് ബി.ജെ.പി തിരിച്ചടിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാഴ്ചപ്പാടോ സ്ഥാനാർത്ഥികളോ ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടെ കെജ്രിവാൾ പറഞ്ഞിരുന്നു. കെജ്രിവാളിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും വിജയിക്കാമെന്നാണ് ബി.ജെ.പിയുടെ ആഗ്രഹം. എന്നാൽ ഡൽഹിയിലെ ജനങ്ങൾ അതിന് സമ്മതിക്കില്ല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അവർ പ്രയോഗിച്ച തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ജയിക്കാൻ അനുവദിക്കില്ല എന്നും മുൻ മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഡൽഹിയിലെ ജനങ്ങളോട് അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കണമെന്നും കെജ്രിവാൾ ആവർത്തിച്ച് പറയുകയാണ്. നേരത്തെ സെപ്റ്റംബറിലും ബി.ജെ.പിയും നേതൃത്വത്തെയും സംബന്ധിച്ച 5 ചോദ്യങ്ങൾ ചോദിച്ച കെജ്രിവാൾ മോഹൻ ഭഗവതിന് കത്തയച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടികളെക്കുറിച്ചും രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഏജൻസികളെ NDA സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചും കത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ കത്ത് പോയ വഴിക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് വീണ്ടും കത്തിടപാടുമായി എ.പി നേതാവ് രംഗത്തേക്ക് ഇറങ്ങുന്നത്.